ബംഗാളിൽ 15 വർഷമായി തുടരുന്ന മമതാ ബാനർജിയുടെ ഭരണത്തിന് അന്ത്യമാകുമോ, അതോ ദീദി വീണ്ടും അധികാരത്തിൽ വരുമോ? പ്രവചനാതീതമായ ബംഗാൾ രാഷ്ട്രീയം ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ ബി.ജെ.പിക്കും തൃണമൂൽ കോൺഗ്രസിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എങ്കിലും കൂടുതൽ സർവേകളും ബി.ജെ.പിയുടെ മുന്നേറ്റം തന്നെയാണ് പ്രവചിക്കുന്നത്. 294 സീറ്റുകളുള്ള ബംഗാളിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 148 സീറ്റുകളാണ്. പുറത്തു വന്ന 6 പ്രധാന എക്സിറ്റ് പോളുകളിൽ 4 എണ്ണം ബി.ജെ.പിക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്നു. മാട്രിക്സ്, പിമാർക്ക്, ചാണക്യ സ്ട്രാറ്റജീസ്, പോൾ ഡയറി എന്നീ 4 ഏജൻസികൾ ബി.ജെ.പിക്ക് 146 മുതൽ 175 വരെ സീറ്റുകൾ നേടി ബംഗാൾ പിടിക്കുമെന്ന് പറയുമ്പോൾ, മറുവശത്ത് പീപ്പിൾസ് പൾസ്, ജൻമത് പോൾസ് എന്നിവർ തൃണമൂൽ കോൺഗ്രസിന് 177 മുതൽ 205 വരെ സീറ്റുകൾ പ്രവചിച്ച് മമതയുടെ ഗംഭീര തിരിച്ചുവരവ് ഉറപ്പിക്കുന്നു. JVC മാത്രമാണ് 138 മുതൽ 159 സീറ്റുകളോടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നത്. 2011 ഇടതുപക്ഷത്തെ വീഴ്ത്തി അധികാരത്തിലേറിയ മമതയെ ഇത്രയും കാലം ജനപ്രിയമാക്കി നിർത്തിയത് അവരുടെ ചില ക്ഷേമ പദ്ധതികളാണ്. ലക്ഷ്മി ഭണ്ഡാർ പോലെയുള്ള പ്രതിമാസ ധനസഹായം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 1500 രൂപ, വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, സ്മാർട്ട് ഫോൺ എന്നിവയൊക്കെ ഗ്രാമീണ മേഖലകളിൽ വലിയ വോട്ട് ബാങ്കായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ബി.ജെ.പി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പരിവർത്തൻ അഥവാ മാറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബംഗാളിൽ പ്രചാരണം നയിച്ചത്. അഴിമതിയും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റവും ബി.ജെ.പി പ്രധാന ആയുധമാക്കി മാറ്റി. ഇതിനു പുറമെ 2024 ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ദാരുണമായ കൊലപാതകം മമതാ സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. ഇരയായ ഡോക്ടറുടെ അമ്മയെ തന്നെ പാനിഹാട്ടിയിൽ സ്ഥാനാർത്ഥിയാക്കി ബി.ജെ.പി സ്ത്രീ സുരക്ഷ വലിയ ചർച്ചയാക്കി മാറ്റി. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലവേദന മറ്റൊന്നാണ്. വോട്ടർ പട്ടികയിൽ നിന്നുള്ള വൻതോതിലുള്ള പേരുവെട്ടൽ. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വഴി 91 ലക്ഷം അനധികൃതമായിട്ടുള്ള പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അതായത് വോട്ടർ പട്ടികയിൽ 12% കുറവ്. തൃണമൂലിന്റെ പ്രധാന വോട്ട് ബാങ്കായ ന്യൂനപക്ഷ മേഖലകളിലാണ് ഇത് ഏറെയും സംഭവിച്ചിട്ടുമുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ 57 മണ്ഡലങ്ങളിൽ 8000-ൽ താഴെ വോട്ടുകൾക്കായിരുന്നു ജയപരാജയങ്ങൾ എന്നത് ഈ കണക്കുകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും മമതയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ബി.ജെ.പിക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. 15 വർഷത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മമത ഇപ്പോഴും ഏറ്റവും വലിയ ജനപ്രിയ നേതാവ് തന്നെയാണ്. എക്സിറ്റ് പോളുകൾ വെറും സർവേകൾ മാത്രമാണ്, അന്തിമ ഫലമല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ഏജൻസികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ചപ്പോൾ മമത 215 സീറ്റുകളുമായി ബംഗാൾ തൂത്തുവാരിയ ഒരു ചരിത്രവുമുണ്ട്. അന്ന് ബി.ജെ.പി 77 സീറ്റിലേക്ക് ഒതുങ്ങി. അതുകൊണ്ട് ബി.ജെ.പിയുടെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം യാഥാർത്ഥ്യമാകുമോ, അതോ മമതയെ ന്യൂനപക്ഷം വീണ്ടും കാക്കുമോ എന്നറിയാൻ വോട്ടെണ്ണൽ ദിനമായ മെയ് 4 വരെ കാത്തിരിക്കുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് കേരള.